പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. LDF നേതാക്കളിൽ ആത്മവിശ്വാസക്കുറവ് പ്രകടമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. LDF നേതാക്കളുടെ വാക്കുകൾ കേട്ടാൽ തന്നെ അവരുടെ ആത്മവിശ്വാസക്കുറവ് മനസ്സിലാകുമെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരം ചർച്ചകൾ വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. UDF അനുകൂല തരംഗമുണ്ടെന്നും 100 സീറ്റിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സതീശൻ പറഞ്ഞ കണക്കിൽ തന്നെ എത്തും. കോഴിക്കോട് ജില്ലയിലടക്കം മുഴുവൻ സീറ്റിലും പ്രതീക്ഷയുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിങ്ങളൊക്കെ വിലയിരുത്തലും അത് തന്നെയാണ്. ഞങ്ങൾ വിലയിരുത്തുന്നതൊക്കെ വരികൾക്കിടയിൽ 2 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ട്രെൻഡ് എല്ലാവരും ഓർത്താനും UDF അനുകൂലം തന്നെയാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരുടെ വർത്തമാനം കേട്ടാലും അത് മനസ്സിലാവും. കാരണം അവരുടെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ്. UDF അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് ഈ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത്. ആ തരംഗം ഉണ്ട് എന്നാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ ഞാനല്ല തങ്ങൾ സാഹചര്യം നോക്കി അത് പരിഗണിക്കും ആവശ്യം അല്ല. അതെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒന്നും ചർച്ച ചെയ്യേണ്ട. തങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റ് അങ്ങനെയുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തങ്ങളെ പറഞ്ഞത്. അതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഇപ്പം ചോദിക്കുന്നത് ആദ്യം ഭൂരിപക്ഷം കിട്ടട്ടെ. ഈ രാജ്യത്തിൻ്റെ പ്രശ്നം പലതും ഉണ്ടല്ലോ. അതല്ലേ നമുക്ക് കുറച്ച് നിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനും അതേ അഭിപ്രായം തന്നെയാണ്. അല്ല അത് തന്നെ അതെ. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയിട്ട് തന്നെയല്ലേ പറയുന്നത്. 100 സീറ്റ് കിട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ഒരു 20-18 സീറ്റ് UDF ജയിച്ചില്ല. അതേ ട്രെൻഡാണെങ്കിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ കണക്കൂട്ടിയൊക്കെ പിന്നെ പേരാമ്പ്ര ഒക്കെ അതൊക്കെ വലിയ പ്രതീക്ഷ. അതുപോലുള്ള സീറ്റുകളൊക്കെ പ്രതീക്ഷിക്കല്ലേ. സൗത്ത് അതുപോലെ അങ്ങോട്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ മുഴുവൻ സീറ്റിലും പ്രതീക്ഷയാണ്. മലപ്പുറം ജില്ലയിൽ പിന്നെ പോട്ടെ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ അവർക്ക് സീറ്റൊന്നും കിട്ടിയില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് UDF വരില്ല, ഭരണ തുടർച്ചയാണെന്ന് പറയുന്നു. VD സതീശന്റെ അസഭ്യപരത്തിലുള്ള പരാമർശങ്ങൾക്ക് വരികയുണ്ടായി. ഇപ്പം നേരെ തിരിച്ചാണ് പറയുന്നത്. VD സതീശൻ മികച്ച നേതാവാണെന്നൊക്കെ ഒരു പരാമർശം അതൊക്കെ എന്തിന്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നത്. അല്ല അത് പിന്നെ UDF വരും എന്നുള്ളൊരു വസ്തുതയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു സാക്ഷ്യപത്രമായിട്ട് നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാനും ഇതിനൊരു വ്യാഖ്യാനം പറയേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. മീഡിയ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.